ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഒരു ആപ്പ് ലോക്കിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മളുടെ ഫോണുകളിലൊക്കെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷനുകളുണ്ട്. അതായത് ലോക്കിനെ സംബന്ധിച്ച് ഒരുപാട് ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷനെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്നത് സ്ക്രീൻ ലോക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പാറ്റേൺ ലോക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ലോക്കുകളൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത്. സാധാരണ നമ്മുടെ ഫോണുകളിൽ സൈഡിലുള്ള ബട്ടണുകൾ 3 ബട്ടണുകളാണ് ഉള്ളത്. ഒന്ന് പവർ ബട്ടണും ഒന്ന് വോളിയം ബട്ടണുമാണ്. അപ്പോൾ ഈ 3 ബട്ടണുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ലോക്കാണ് അപ്പോൾ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫുള്ളായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ചുമന്നാണ് കിടക്കുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തുക. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളും എങ്ങനെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെ കുറിച്ച് ഞാൻ വീഡിയോയുടെ അവസാനമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. അതിനുശേഷം നമുക്ക് നമ്മളുടെ ഫോണിലുള്ള വോളിയം ബട്ടൺ മുകളിലുള്ളത് 2 പ്രാവശ്യം അമർത്തുക. അപ്പോൾ ഇവിടെ ആരോ കാണിക്കും. ഞാൻ 2 പ്രാവശ്യം അമർത്തി. അതിനുശേഷം താഴെ ഉള്ളത് 2 പ്രാവശ്യം അമർത്തുക. താഴേക്ക് ആരോ കാണിക്കും 2 പ്രാവശ്യം. ഓക്കെ. അതിനുശേഷം ഒന്നും കൂടി തന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്നും കൂടി റീ എൻ്റർ ചെയ്യണം. മുകളിൽ 2 പ്രാവശ്യം അമർത്തിയതിന് ശേഷം താഴെ 2 പ്രാവശ്യം അമർത്തുക. അതിനുശേഷം കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ബട്ടൺ എങ്ങനെ പൊസിഷൻ ആക്കണമെന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്ക് താഴെ നെക്സ്റ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. അതിനുശേഷം നമുക്കൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുത്തതിന് ശേഷം അതിനൊരു ആൻസറും കൂടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ലോക്കിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് താഴെ കാണുന്ന ഫിനിഷ് എന്നുള്ള ബട്ടണിൽ അമർത്തി ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇൻ്റർഫേസിൽ ഇത് നോക്കി കൊടുക്കുക. ഈ ഇൻഫർമേഷൻ നോക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുകളിൽ കാണാൻ പറ്റും. അതായത് നമ്മുടെ ഈ ഒരു നോട്ട് പാഡ് പോലെയാണ്. അതായത് നമ്മളിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മതി. ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് ആ സംഭവമായിരിക്കും നമ്മൾക്ക് സ്ക്രീൻ ലോക്കായി കഴിയുമ്പോൾ, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ലോക്കായി കഴിയുമ്പോൾ കാണുന്നത്. ഇവിടെ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് അതാണ് അവിടെ കാണിക്കുന്നത്. അതുകൂടാതെ നമുക്ക് വേറെ ക്യാമറ ഉപയോഗിച്ചിട്ടും സെറ്റപ്പ് ചെയ്യാം. പിന്നെ അതുകൂടാതെ കളറും ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ എൻ്റെ ചാനൽ തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ വരും. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സൈഡിലുള്ള വോളിയം ബട്ടൺ ഉണ്ട്. ആ വോളിയം ബട്ടൺ നമ്മൾ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത പോലെ മുകളിൽ 2 പ്രാവശ്യം താഴെ 2 പ്രാവശ്യം അമർത്തിയതിന് മാത്രം നമുക്ക് ആപ്ലിക്കേഷനുള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആപ്പ് ലോക്ക് എന്നൊക്കെ പറഞ്ഞ് കാണാം. അപ്പോൾ മുകളിൽ തന്നെ ഒരു ബട്ടൺ ഉണ്ട്. അതൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം അതാണ്. അപ്പോൾ നമ്മളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണിക്കും. ഞാനത് ആപ്പ് ലോക്ക് എന്നുള്ളത് ആക്ടിവേറ്റ് ആയി പച്ച കളറിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് ലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ താഴെ വാട്സാപ്പ് താഴെ ഇരിക്കും. അപ്പോൾ വാട്സാപ്പ് താഴെ ഞാൻ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വാട്സാപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ലോക്കിൻ്റെ ഒരു സിമ്പിൾ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പച്ച കളറിലായിട്ട് മാറും. അപ്പോൾ നമുക്ക് സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത മെനുവിലേക്ക് എടുത്തിട്ട് സ്ക്രീൻ ലോക്ക് ഓക്കെ ആക്കി ഇടുക. സ്ക്രീൻ ലോക്ക് ഓപ്പൺ ആക്കിയിട്ട് കഴിയുമ്പോൾ ആണ് സംഭവം ക്ലിയർ ആകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ കളർ ബ്ലാക്കോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റോ കസ്റ്റം ചെയ്ത് വേണമെങ്കിൽ ആക്കിയിടാം. അതുകൂടാതെ നമുക്ക് ക്യാമറയിലെ സെറ്റപ്പും കൂടി ആക്കിയിടാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കസ്റ്റം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് നമ്മുടെ ഫോണിൽ പെർമിഷൻ ചോദിക്കും. എന്നിട്ട് ക്യാമറയുടെ പെർമിഷൻ ചോദിച്ചിട്ട് ക്യാമറ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏതാണ് ഫോട്ടോ ആ ഫോട്ടോ നിങ്ങൾ എടുക്കുക. ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാനിപ്പോൾ ഒരു ഈ ഒരു ഫോട്ടോ ഞാൻ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഫോട്ടോ എടുത്തതിന് ശേഷം ഫോട്ടോ ക്ലിക്കായി വരുമ്പോൾ നമ്മൾ ഒരു ശരി ബട്ടൺ ഉണ്ട്. അത് അമർത്തിയതിന് ശേഷം നമുക്ക് ക്രോപ്പ് ചെയ്ത് കറക്റ്റാക്കി ആ സംഭവം കറക്റ്റാക്കി വെച്ചിട്ട് മുകളിൽ ക്രോപ്പ് ഒന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം
നമുക്ക് ഇവിടെ നമുക്ക് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ സെറ്റിങ്സിൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ വിർച്വൽ ബട്ടൺ വേണമെങ്കിൽ ഓൺ ആക്കി ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ആപ്പ് ലോക്ക് ഇത് കാണുന്നുണ്ട്. അതായത് നമ്മുടെ ആപ്പ് ലോക്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്തൊക്കെ ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്തു അതായിരിക്കും ഫസ്റ്റ് വന്നത്. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്മളുടെ ലോക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒന്നും കൂടി കാണിച്ചു തരാം. ഇവിടെ ബ്ലാക്ക് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോ, അതായത് നമ്മൾ നേരത്തെ ക്യാമറ വെച്ച് ഉപയോഗിച്ച ഫോട്ടോ പോലെ തന്നെ ഫോട്ടോ ഞാൻ വീണ്ടും എടുക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തന്നാണ്, ബോറടിക്കുന്നതിന് ക്ഷമിക്കണം. അപ്പോൾ ഞാനൊന്നുകൂടി കാണിച്ചു തന്നെയാണ്, സംഭവം ക്ലിയർ ആക്കി തരുന്നതാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്തു, ഫോട്ടോ എടുത്തു. അപ്പോൾ നമ്മുടെ ലോക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റേണ്ട സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും സാധാരണ നമ്മുടെ ലോക്ക് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇത് മാറിയിട്ട് നമ്മളുടെ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ കണ്ട ഫോട്ടോ ആയിരിക്കും ഇനി വരുന്നത്. അപ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കസ്റ്റം എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ വാട്സാപ്പിൽ ലോക്കിൽ കസ്റ്റം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ നേരെ ആപ്ലിക്കേഷൻ, ഞാനിപ്പോൾ വാട്സാപ്പാണ് ലോക്ക് ചെയ്തത്. അപ്പോൾ വാട്സാപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വാട്സാപ്പ് എടുക്കുക, നമ്മൾ വാട്സാപ്പാണ് നമ്മൾ ലോക്ക് ചെയ്തത്. വാട്സാപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ഫസ്റ്റിന് വരുന്നത്. അതായത് ഇവിടെ നമ്മൾ എന്ത് ക്ലിക്ക് ചെയ്താലും എന്തൊക്കെ ഇട്ട് കാണിച്ചാലും ഒന്നും നമ്മൾ ഓപ്പൺ ആവില്ല. ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ആദ്യം ചെയ്തത്, അതായത് വോളിയം ബട്ടൺ മുകളിൽ 2 പ്രാവശ്യം താഴെ 2 പ്രാവശ്യം അമർത്തിയാൽ മാത്രമേ വാട്സാപ്പ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്താൽ വാട്സാപ്പ് ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ വാട്സാപ്പ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേറൊരു ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസ്ബുക്കാണ് എടുക്കുന്നത്. ഫേസ്ബുക്ക് ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫേസ്ബുക്ക് ഞാൻ അതുപോലെ തന്നെ ലോക്ക് ബട്ടണെല്ലാം അമർത്തി ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ബ്ലാക്ക് എന്നാണ് സെലക്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കസ്റ്റം സെലക്ട് ചെയ്തപ്പോൾ ഫോട്ടോ വന്നു. ഇനി ബ്ലാക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് നമുക്ക് എടുത്ത് നോക്കാം. ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് വരും. ഇപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്കിത് ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഓപ്പൺ ആക്കണമെങ്കിൽ വോളിയം ബട്ടണിൽ 2 പ്രാവശ്യം മുകളിൽ 2 പ്രാവശ്യം താഴെ അമർത്തിയാൽ മാത്രം ഈ സംഭവം ആക്ടിവേറ്റ് ആയി നമുക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ആയി വരുള്ളൂ. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ചെയ്യുന്ന പോലെ നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം സെർച്ച് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഊപ്സ് ആപ്പ് ലോക്ക് എന്നാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞുതരാം. OOPS എന്നാണ്, ഊപ്സ് ആപ്പ് ലോക്ക് എന്നാണ്. അപ്പോൾ അത് ടൈപ്പ് ചെയ്യുക. ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ അതിൻ്റെ ഐക്കണും കൂടി കാണിച്ചു തരാം ക്ലിയർ ആയിട്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ, അതിൻ്റെ ഇൻ്റർഫേസ് ആണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുക. ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ താഴെ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത് ഒന്ന് കമൻറ്റും കൂടി രേഖപ്പെടുത്തി വിടുക. അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.